പത്തനംതിട്ടയിൽ നിന്നുള്ള അടുത്ത മണ്ഡലത്തിലേക്ക് പോയാൽ അടൂരിന്റെ മനസ്സ് ആർക്കൊപ്പം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ചിറ്റയം ഗോപകുമാറിന്റെ ജനപ്രീതി എത്ര എന്ന് കൂടി നോക്കണമല്ലോ. അടൂരിന്റെ MLA ക്ക് എത്രയാണ് ജനങ്ങൾ നൽകുന്ന മാർക്ക്? 50.2. അടൂരിന് ഇത് മതിയോ? താരതമ്യേന വളരെ കുറഞ്ഞ സ്കോർ കിട്ടിയ ഒരു MLA ആണ് ചിറ്റയം ഗോപകുമാർ. ജനങ്ങൾ 50 എന്ന് പറഞ്ഞാൽ അല്ല, ഇദ്ദേഹത്തിന് 2016 ജയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിലേക്ക് കുറവാണ്. 2020 വോട്ടുകൾക്കാണ് അതെ, 2020 വളരെ കഷ്ടിച്ച് MG കണ്ണനോട് കഷ്ടിച്ച് വിജയിക്കുകയായിരുന്നു. സാധാരണ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മുന്നണിക്ക് കൂടുതൽ സീറ്റ് കിട്ടുമ്പോ ഇദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു. ഈ രാഷ്ട്രീയം നമ്മൾ നിരീക്ഷിക്കുമ്പോഴേ അപ്പൊ 3 ടേം കഴിഞ്ഞാൽ വീണ്ടും മത്സരിക്കാൻ അവസരം കിട്ടാത്തതിന്റെ പേരിൽ അദ്ദേഹം മണ്ഡലം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ ഇത്രയും മാർക്ക് കുറഞ്ഞു പോയതെന്ന് നമുക്ക് പരിശോധിക്കാം. ചിറ്റയം ഗോപാലൻ ഇത്ര സീറ്റില്ല, അദ്ദേഹം മാറുകയാണ്. പിന്നെ ഒരു സങ്കടകരമായ കാര്യം, MG കണ്ണൻ ഈ സമയത്ത് നമ്മളോടൊപ്പം ഇല്ല. നേരത്തെ വാഴൂർ സോമന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് MG കണ്ണന്റെ ദേഹവിയോഗം ആ മേഖലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇനി നമുക്ക് അടൂരിന്റെ രാഷ്ട്രീയ ചിത്രം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്ത് ചിന്തിക്കുന്നു അടൂർ? പത്തനംതിട്ട ജില്ലയിലെ അടൂർ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും? UDF 46.14, 39.51 LDF, 14.35 NDA. അതായത് അടൂർ മണ്ഡലവും LDF-ൽ നിന്ന് UDF പിടിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ട്രെൻഡിന്റെ ഒരു സൂചനയുണ്ടോ? LDF-ന്റെ ഒരു സിറ്റിംഗ് മണ്ഡലം കൂടി UDF പിടിക്കുമെന്നാണ് കോറിന്റെ കണക്ക്. അതെ അതെ, അടൂരി പറഞ്ഞിട്ട് MLA-യുടെ പെർഫോമൻസ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു 65-70 സ്കോർ കിട്ടുന്ന MLA-മാർക്ക് അതിപ്പോ ഏത് മുന്നണിയാലും അവർക്ക് ആ സീറ്റ് നിലനിർത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒരു 60-ൽ താഴെ വരുമ്പോഴാണ് ആ സീറ്റ് മറിയുകയും ഇപ്പൊ MLA-യുടെ പെർഫോമൻസ് വലിയൊരു ഘടകമാണ്. MLA-മാരുടെ പെർഫോമൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ അടൂർ അതൊരു ഘടകമായിട്ടുണ്ട്. അടൂര് നമുക്കറിയാം, വീണ ജോർജും K സുരേന്ദ്രനും ആന്റോ ആന്റണിയും ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ വീണ ജോർജ് ലീഡ് ചെയ്ത മണ്ഡലമാണ് ലോക്സഭയിൽ അടൂര് ആ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ അടൂര് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഉള്ളപ്പോൾ തന്നെ ചിറ്റയം ഗോപകുമാറുള്ള എതിർപ്പാണോ എന്നറിയില്ല. നമ്മുടെ സർവേയിൽ പുതിയ സ്ഥാനാർത്ഥിയാണ് അവിടെ. പുതിയ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ചിത്രം മാറും. ഇതൊരു മൂഡാണ്. നിലവിലുള്ള MLA-മാരുടെ പെർഫോമൻസ്, ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ വിലയിരുത്തിയ ആളുകൾ അഭിപ്രായം പറയുന്നതാണ്. അപ്പം സ്ഥാനാർത്ഥികൾ മാറുമ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് റെഡ് സിഗ്നലാണ് റാന്നിയിലും അടൂരിലും. പീരുമേടും CPI-യുടെ 2 മണ്ഡലങ്ങൾ റെഡ് സിഗ്നലാണ്. അതെ, CPIക്ക് ഒരു റെഡ് സിഗ്നൽ ഇതിൽ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. നമ്മൾ രണ്ടാമത്തെ ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ പറഞ്ഞതിന്റെ ടാലി ഒന്ന് കാണാം, അവസാനമായി കാണാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് UDF ആണ്. 6 UDF, 3 LDF, 6-3 എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്കോർ. NDA എവിടെയുമില്ല, ഒരിടത്തും മുന്നിൽ നിൽക്കുന്നില്ല. 6 UDF, 3 LDF, ഒരിടത്ത് ടൈറ്റ് ഫൈറ്റ്. 6-3, 10 മണ്ഡലങ്ങൾ കഴിഞ്ഞു.